അപ്പം ഇന്ന് രാവിലെ തന്നെ എണീറ്റ് നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ മന്തി കഴിക്കാനാണ് ബാംഗ്ലൂരിൽ പോകുന്നത്. പിന്നെ മന്തി കഴിക്കാൻ വേണ്ടി മാത്രമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, നമ്മൾ മന്തി കഴിക്കാൻ പോകുന്നുണ്ട്. കൂടെ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. ഇന്ന് സൺഡേ അല്ല, കാരണം വേറൊരു ദിവസം എനിക്ക് ലീവ് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ പോകാമെന്ന് വിചാരിച്ചതാണ്. പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ സൺഡേ പോകുമ്പോൾ നമ്മൾ നേരത്തെ പോകേണ്ട ആവശ്യമുള്ളൂ, ചിക്പേട്ടിൽ എത്തണമല്ലോ. ഇതിപ്പോൾ നമ്മൾ സൺഡേ ഇല്ലാത്തതുകൊണ്ട് ചിക്പേട്ടിൽ പോകുന്നുണ്ട്, അല്ലാണ്ട് നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ അത്രയും നേരത്തെ ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചൊരു 7 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ട്രെയിൻ കയറിയിട്ടുണ്ടായത്. ട്രെയിനിൽ നിന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ട്രെയിൻ തന്നെ കഴിച്ചിട്ടുണ്ടായത്. നമ്മൾ റൂമിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പഴം വാട്ടിയതും ബ്രെഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഹസ്ബൻഡ് എല്ലാം ഉറക്കായി. ഞങ്ങളിങ്ങനെ മാറി മാറി ഇടയ്ക്കൊക്കെ ഒന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉച്ചയായപ്പോൾ നമ്മളവിടെ പിന്നെ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നമുക്ക് മെട്രോയിൽ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ എളുപ്പം. കാരണം അത്യാവശ്യം വേഗം എത്തും ചെയ്യും. നമ്മൾ ബസ് ഓപ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. മെട്രോ ആകെ പ്രശ്നമുള്ള എന്താ വെച്ചാൽ നമുക്ക് കുറച്ചൊക്കെ നടക്കേണ്ടി വരും. നമ്മൾ ഓരോ സ്റ്റോപ്പിൽ അല്ലെങ്കിൽ ഓരോ സ്റ്റേഷനിൽ ഇറങ്ങി കഴിയുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് അത്യാവശ്യം നടക്കാനുണ്ടാവും. അങ്ങനെ നമ്മൾ ചിക്പേട്ടിൽ തന്നെ കുറേ ത്രിഫ്റ്റ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കുറേ അവിടെയും ഇവിടെയൊക്കെ നോക്കി അങ്ങനെ എവിടേക്കോ പോയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എവിടേക്കാന്ന് തന്നെ നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ കുറേ ലൊക്കേഷനും ഇൻസ്റ്റയിൽ റീലൊക്കെ കണ്ട കുറേ ലൊക്കേഷനിലേക്കാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു കരിക്കൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. കരിക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 20 രൂപക്ക് കരിക്ക് കൊടുക്കേണ്ടി പറഞ്ഞപ്പോൾ അങ്ങനെ ചുമ്മാ നമ്മളെടുത്ത് വാങ്ങിയത്. സംഭവം എന്താണെന്നും അറിയില്ല. നമുക്ക് നെയ്വടാന്നും പറഞ്ഞിട്ട് ഹസ്ബൻഡിനെ കുറിച്ച് കയറ്റിയതാണ് ഈ കടയ്ക്ക്. പക്ഷെ അത് കഴിച്ചപ്പോഴാണ് അറിയുന്നത് ഇത് സംഗതി നമ്മൾ ഉദ്ദേശിച്ച നെയ്വടയൊന്നും അല്ല. അത്യാവശ്യം നല്ല പുറത്ത് ഭയങ്കര ക്രിസ്പി, ഉള്ളിൽ ഭയങ്കര സ്വീറ്റായിട്ട് നമ്മൾ ഈ സിറപ്പിലൊക്കെ മുക്കിയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പോയപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച ലൊക്കേഷൻ എത്തിയത്. ഇവിടെ കുറേ ഈ ജീൻസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ കുറച്ച് അത്യാവശ്യം നമ്മൾ തിരഞ്ഞെടുത്താലും നല്ലതൊക്കെ കിട്ടുള്ളൂ. ബാക്കിയൊക്കെ അത്യാവശ്യം പഴകിയ സാധനങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ വാങ്ങിക്കാൻ തോന്നില്ല. ചിലതൊക്കെ ഓക്കെ അത്യാവശ്യം നല്ലതുണ്ട്. പിന്നെ നമ്മുടെ സൈസിനനുസരിച്ച് അത്രയും നല്ലത് കിട്ടണം. അപ്പോൾ നോക്കിയെടുക്കൽ കുറച്ച് ടാസ്ക്. പിന്നെ നമ്മൾ ചിക്പേട്ടിൻ്റെ ഉള്ളിലുള്ള വേറെ ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മൾ കോസ്മെറ്റിക്സ് ആയാലും എല്ലാതായാലും നല്ല കളക്ഷൻ ഉണ്ട്. പക്ഷെ ഇതൊന്നും വാങ്ങാൻ ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അന്നൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നേ. ഇൻഷാ അല്ലാ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ അതൊക്കെ വാങ്ങിക്കണമെന്നുണ്ട്. ഇതുവരെ ഹുദാ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് ലാബിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്കറിയാം ഇപ്പോൾ ഒറിജിനലൊന്നും ആവില്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറേ വിഷയമാണ്. പലച്ചും ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സൺഡേ അല്ലാത്ത ദിവസമാണ് പോയിട്ടും കൂടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ സൺഡേ ആകുമ്പോൾ ഇതിൽ നല്ല തിരക്കാണ്. നമ്മൾ മുന്നേ വന്നിട്ടുണ്ട് സൺഡേ ഒരു ദിവസം. നമുക്ക് ആകെ പറ്റിയൊരു പിഴവെന്താ വെച്ചാൽ നമ്മളൊരു കത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കത്തി നമുക്ക് മെട്രോയിൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് അത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഉദ്ദേശമായിട്ടുള്ള നെഹദീന്ന് മന്തി കഴിക്കലായിരുന്നേ. അങ്ങനെ നെഹദിയിലെത്തി. നമ്മൾ ലാസ്റ്റ് ടൈം മലബാർ മക്കാനിന്ന് അതിന് കഴിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് തോന്നുന്നു നെഹദീൻ്റെ ആണ് ഒന്നും കൂടെ ബെറ്റർ. നെഹദിയിൽ അന്നും ഭയങ്കര തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സീറ്റ് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞിട്ട് അവർ സെർവ് ചെയ്യാനും അത്യാവശ്യം നല്ല ടൈം എടുക്കും. നെഹദി പോയവർക്ക് അറിയാവുന്ന കാര്യം. പിന്നെ മന്തി കഴിക്കാൻ പോയ ആകെയുള്ള പ്രശ്നമേ ഉള്ളൂ, നമ്മൾ ആര് ഈ ചെസ് പീസ് എടുക്കും എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടാവും. ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു വട്ടം ഇപ്പം ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് ആ സ്പീക്ക് അടുത്ത ആവശ്യം കൊടുക്കും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഡീല്. നമ്മൾ കുറേ കാലം മന്തി കഴിക്കാണ്ട് അൽഫാമും മയണൈസും അതൊക്കെ കൂട്ടി കഴിക്കാൻ തന്നെ ഭയങ്കര ഫസ്റ്റ് ബൈറ്റ് എടുക്കുമ്പോഴേ അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് നെഹദീൻ്റെ ആംബിയൻസിൽ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര അടിപൊളിയാണ്. കാരണം നമ്മൾ മുന്നേ കോയമ്പത്തൂരുള്ള സമയത്തും ഇതുപോലെ കുറേ പോയി കഴിച്ചിട്ടുണ്ട് നെഹദീന്ന്. അപ്പോൾ അവിടെ കിട്ടുന്ന അതേ ആംബിയൻസ് തന്നെ അത്രയല്ലെങ്കിലും കുറച്ചൊക്കെ ഓക്കെയാണ് ഇവിടെ. ആ ഫസ്റ്റ് ബൈറ്റ് എടുത്തതിൻ്റെ ആ ഒരു ആഹ്ലാദമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ നടന്നിട്ട് സ്റ്റേഷനിൽ പോയിട്ട് വേണം നമുക്ക് മെട്രോ കയറാൻ. അപ്പോൾ ഇനി നടന്ന് പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ക്ഷീണമാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞ കത്തിരി ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മെട്രോന്ന് കുറേ സമയം കളഞ്ഞിരുന്നു. നമുക്ക് അത്യാവശ്യം ലേറ്റ് ആയിരുന്നു ട്രെയിൻ കിട്ടാനായിട്ട്. അങ്ങനെ ഒരുവിധം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്തിന് ശേഷമുള്ള ഒരു ട്രെയിനിലാണ് കയറി പോയിട്ടുണ്ടായിരുന്നത്. ട്രെയിനിലാണെങ്കിൽ എപ്പോൾ പോകുമ്പോഴേക്കും ചർമുറ എന്ന് പറഞ്ഞവരിങ്ങനെ കൊണ്ട് കിടക്കുക. നല്ല രസം. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ.